ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ കാലമായി നമ്മളൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും ഓണം ആയതുകൊണ്ട് നമുക്ക് ഓണത്തിന് മുല്ലപ്പൂ ഇല്ലാതെ പുറത്തിറങ്ങാൻ പോലും പറ്റത്തുമില്ല. അതേസമയം ഇപ്പോൾ ഭയങ്കരമായിട്ട് പൈസയായിരിക്കും, അല്ലെങ്കിൽ പുറം രാജ്യത്തുള്ളവർക്കൊക്കെ നമുക്ക് മുല്ലപ്പൂ വാങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുല്ലപ്പൂ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് മുല്ലപ്പൂ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിരിക്കുന്നത് കാണിച്ചേക്കാം. ഇത് കണ്ടോ, ശരിക്കും നല്ല ഭംഗിയില്ല. നമ്മൾ സാധാ മുല്ലപ്പൂ കോർത്ത് വെച്ചിരിക്കുന്നതല്ല, മുല്ലമൊട്ട് കോർത്ത് വെച്ച അതേ എഫക്റ്റിൽ തന്നെ നമുക്ക് സംഭവം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിതൊന്ന് എങ്ങനെയാ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് മുല്ലപ്പൂ ഉണ്ടാക്കുന്നതിന് ഞാൻ എടുത്തിരിക്കുന്നത് ടവൽ ടൈപ്പ് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ടിഷ്യൂ പേപ്പർ ആണെങ്കിലും ചെറിയ റോളായിട്ട് കിട്ടുന്ന ടിഷ്യൂ പേപ്പർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോ ഞാൻ ചെറുതായിട്ട് മടക്കിയെടുക്കുവാണ്. നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പീസ് സ്ക്വയറിൽ ഇത്രയും സ്മോൾ പീസായിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട്. ഇതൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് നമ്മളൊന്ന് നല്ല ടൈറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. ഇത്രയും ചെറിയ സ്ക്വയർ പീസായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്ത പീസുകളാണ്. പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിതിങ്ങനെ ചെറിയ സ്ക്വയർ പീസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഷേപ്പ് നമുക്ക് കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു പീസായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ. പിന്നെ എല്ലാ ടിഷ്യൂ പേപ്പറും നമുക്ക് രണ്ടെണ്ണം എന്തായാലും ഇതിനകത്ത് കാണും. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാം. അതിൽ എല്ലാ ടിഷ്യൂ പേപ്പറും ഇങ്ങനെയായിരിക്കും. അപ്പൊ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, സെപ്പറേറ്റ് ചെയ്യാത്ത ഒരു ടിഷ്യൂ പേപ്പർ വെറുതെ നമ്മൾ ഇതുപോലെ ചെറിയ റോളാക്കി എടുക്കുക. അത് ഈ സെപ്പറേറ്റ് ചെയ്ത ടിഷ്യൂ പേപ്പറിന്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കോമിപ്പിച്ച് കൊടുത്താൽ മതി. കണ്ടല്ലോ. എന്നിട്ട് ബോട്ടം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം ഇത്രയും വലിയ തണ്ടിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിനി അടുത്തതുണ്ടാക്കാം. അപ്പൊ നേരത്തെ മാറ്റി വെച്ച പീസ് ഇവിടെയുണ്ട്. അപ്പൊ സെപ്പറേറ്റ് ചെയ്യാത്ത ഒരു പേപ്പർ എടുത്തിട്ട് റോളാക്കുക. അത് ഈ സെപ്പറേറ്റ് ചെയ്ത ടിഷ്യൂ പേപ്പറിന്റെ അകത്ത് വെച്ച് ഈ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ അതിന്റെ ബോട്ടം ഒന്ന് കട്ടോട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു മുല്ലമൊട്ടിന്റെ അടിഭാഗം ഇത്രയല്ലേ കാണുള്ളൂ. അപ്പൊ ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിന് വേണ്ടി വെച്ചിട്ട് നമുക്ക് ഇത് ആദ്യം സെപ്പറേറ്റ് ചെയ്തങ്ങ് വെക്കുവാണെങ്കിൽ റൗണ്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ എളുപ്പമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാണ്. ഇത് 8-10 ഫസ്റ്റ് അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബോളാക്കി അതിനകത്തേക്ക് ഫോൾഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഓരോന്ന് ചെയ്യാൻ പോകുമ്പോൾ സമയം സെയിം ആണെങ്കിൽ പോലും നമുക്കൊരു ഇൻട്രസ്റ്റ് വരണമെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീരുന്നു നമുക്കൊരു ഫീല് വരണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത്രയും നമ്മൾ മുല്ലമൊട്ടായിട്ട് ചെയ്തിരിക്കുവാണ്. അപ്പൊ വെറുതെ വൈറ്റ് ആക്കി വെച്ചാൽ നമുക്ക് മുല്ലമൊട്ട അത് തോന്നൽ വരത്തില്ലല്ലോ. അപ്പൊ അതിന് നമുക്ക് ഇനി ഒരു ഗ്രീൻ കളറും കൂടെ കൊടുക്കണം. അപ്പൊ അതിനുള്ള ഗ്രീൻ കളർ നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല ഡാർക്ക് ഗ്രീൻ, ഈ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മുല്ലമൊട്ടിന്റെ കളറില്ലേ, മുല്ലമൊട്ടിന്റെ അടിയിൽ ഒരു ഗ്രീനിഷ് കളർ വരുന്നേ, ആ കളറിലേക്ക് ആക്കിയിരിക്കുന്നത്. അതിന്റെ കൂടെ ഞാനൊരല്പം പശയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് വേറെ സ്റ്റിക്കി ആകെ ഇരിക്കാനായിട്ട് അത് ആ നോട്ട് അഴിഞ്ഞു പോരാതിരിക്കാൻ നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗമ്മും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അന്നേരത്തേക്കും ആ ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് വേണ്ട ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അതിനി ആ വൈറ്റ് മൊട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കളർ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്കിനി ആ പൂവിലേക്ക് ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. ഇവിടെ തന്നെ ഞാനൊരു നൈലോണിന്റെ കവറൂടെ
ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് പൂവ് ഇട്ട് വെച്ചിട്ട് ഈ ക്ലോത്തിന്റെ മുകളിലോട്ട് ഗം ആക്കണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈലോന്റെ ഷീറ്റോടെ ഇട്ട് വെക്കുന്നുണ്ട്. കയ്യിലേക്ക് അല്പം പശ തൂത്ത് വെച്ചിട്ട് അടിഭാഗം ഒന്ന് നേരത്തെ ചെയ്ത പോലെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതിവിടെ ഇരുന്നോട്ടെ. അതുപോലെ നമുക്ക് എല്ലാ പൂവും ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ കളർ ചെയ്തെടുത്ത മുല്ലമൊട്ടുകള്. ഇതിനി നമുക്കൊന്ന് കോർത്തുകൂടെ എടുക്കണം. എങ്കിൽ നമുക്ക് മാല മുല്ലമൊട്ട് കോർക്കുന്ന പോലെ തന്നെ കെട്ടുന്ന പോലെ കെട്ടിയെടുക്കാം. ഞാനിപ്പോ കെട്ടിയെടുക്കാൻ നിൽക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കോർത്ത് മാത്രം എടുക്കുവാണ്. നമ്മൾ പൂ മുഴുവൻ കോർത്ത് കഴിഞ്ഞിട്ടുള്ളതാണിത്. കണ്ടല്ലോ, ഇത്രത്തോളം പൂ കിട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫസ്റ്റ് ആ ചുരുക്കി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ബാക്കി അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കടയിൽ ഇത്രയും ഒരു മുല്ലപ്പൂ വാങ്ങാന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ആകും. കാരണം ഇപ്പൊ നമ്മുടെ ഓണ സീസണും കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ റേറ്റ് ആകും. അതേസമയം ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും നച്ച് സൂക്ഷിച്ച് വെച്ചാൽ. അപ്പൊ ഞാൻ ഇതൊന്ന് തലയിൽ ചൂടിയും കൂടെ കാണിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് തലമുടി ഒന്ന് പുട്ടപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്തും കൂടെ കാണിക്കാം കേട്ടോ. അപ്പൊ അതിലെ ആ ചെറിയൊരു കഷ്ണം പൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഈ പുട്ടിപ്പ് ചെയ്തിരിക്കുന്ന ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് മാത്രമാണല്ലോ. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ പൂവിന്റെ ഇടയിലേക്ക് നമ്മുടെ യൂപ്പിൻ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫസ്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് വെക്കും. ഇതൊന്ന് റോളൂടെ ചെയ്യുന്നു. നമുക്ക് ഈസി ആയിട്ട് ഇത് ഒരു ഫ്ലവർ അറേഞ്ച് തലയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ അറ്റത്തേക്ക് നമ്മൾ ഇവിടെ ഒരു യൂപ്പിന് ചെയ്ത് കൊടുക്കുന്നു. ഒരു രീതിയിൽ ബണ്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അങ്ങനെ പൊടി കയറാതെ ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി. ഇത് എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.